നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. നട്ടല്ലുണ്ടോ മുഖ്യമന്ത്രി ഈ വെള്ളാനയുടെ മൂക്ക് ചെത്താൻ? കെ.എം. എബ്രഹാമിന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുന്ന പിണറായിയെ എടുത്തിട്ട് കുടയുന്നു. ഇരട്ടച്ചങ്കനെന്നാണ് വെപ്പ്. പക്ഷേ പ്രിൻസിപ്പൽ സെക്രട്ടറി കെ.എം. എബ്രഹാം വരയ്ക്കുന്നതിനപ്പുറം പിണറായി പോകില്ല. CPM തള്ളിപ്പറഞ്ഞിട്ടും എബ്രഹാമിനെ പിണറായി ചേർത്ത് പിടിക്കുന്നത് ഭയന്നിട്ടാണ്. കിഫ്ബി CEO സ്ഥാനത്ത് നിന്ന് സ്വയം വിരമിക്കില്ല, മുഖ്യമന്ത്രി പറയട്ടെ എന്ന് ആവർത്തിക്കുന്ന എബ്രഹാം പിണറായിയെ തല്ലുകൊള്ളാൻ ഇട്ടുകൊടുക്കുകയാണ്. അനധികൃത സ്വത്ത് സമ്പാദനത്തിലെ CBI അന്വേഷണത്തിൽ എബ്രഹാമിന് പൂർണ്ണ പിന്തുണയാണ് ഹൈക്കോടതി വിധിക്ക് പിന്നാലെ പിണറായി നൽകുന്നത്. പിണറായി പിന്തുണ നൽകിയ കാര്യം മറച്ചുവെച്ചാണ് പദവിയിൽ തുടരണമോ എന്ന കാര്യം മുഖ്യമന്ത്രി തീരുമാനിക്കുമെന്ന് കിഫ്ബിയിലെ ഉദ്യോഗസ്ഥർക്കയച്ച മെയിലിൽ എബ്രഹാം വ്യക്തമാക്കിയത്. എബ്രഹാമിന് അറിയാം പിണറായി തനിക്കെതിരെ ഒരു നടപടിയും സ്വീകരിക്കില്ല എന്ന്. ആ കോൺഫിഡൻസ് ഉള്ളതുകൊണ്ടാണ് അധികാര കസേരയിൽ കെ.എം. എബ്രഹാം ഇപ്പോഴും അള്ളിപ്പിടിച്ചിരിക്കുന്നത്. ഒന്ന് ഓർക്കണം, ഹൈക്കോടതിയാണ് ഉത്തരവിട്ടിരിക്കുന്നത് എബ്രഹാമിനെതിരെ അന്വേഷണം വേണം എന്നുള്ളത്. എന്നിട്ടുകൂടി CM ഓഫീസിലെ ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താതെ പിണറായി തൽസ്ഥാനത്ത് തന്നെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. അടുത്തൂൺ പറ്റിയിട്ടും സെക്രട്ടേറിയറ്റിലെ മരക്കസേരയിൽ നിന്നിറങ്ങിപ്പോകില്ലെന്ന് പരസ്യമായി വീമ്പടിക്കുന്ന കണ്ടത്തിൽ മാത്യു എബ്രഹാമിനെ തോണ്ടിയെടുത്ത് പുറത്തു കളയാൻ കൈക്കരുത്തുള്ള ഒരുവനും ഭരണസിരാ കേന്ദ്രത്തിൽ ഇല്ലെന്നാണോ? ലജ്ജാകരം. ഈ ഏഭ്യൻ കോടതിയെയും സഹ IAS-കാരെയും പൊതുസമൂഹത്തെയും പുലഭ്യം വിളിക്കുന്നത് എന്ത് ധൈര്യത്തിലാണ്? ഇയാളെ ചങ്ങലക്കിട്ട് കേരളത്തിന്റെ നിശ്ചയദാർഢ്യം കാണിച്ചു കൊടുക്കണം. ഇയാൾക്ക് ചെലവിന് കൊടുക്കേണ്ടത് കേരളത്തിന്റെ നികുതിദായകരല്ല, വേണമെങ്കിൽ ഡോക്ടർ തോമസ് ഐസക്ക് കീശയിൽ നിന്ന് എടുത്തു കൊടുക്കട്ടെ. കഴിവുണ്ടെങ്കിൽ ഇറക്കിക്കോ എന്ന് ഈ കാളക്കൂറ്റൻ വെല്ലുവിളിച്ചാൽ താൻ ഇവിടെ വേണ്ടടാ പുല്ലേ എന്ന് തിരിച്ചു പറയാൻ നമുക്ക് കരുത്തുണ്ടാകണം. ഈ ഗജപോക്കിരി സർവീസ് അവസാനിച്ചിട്ടും എങ്ങനെയാണ് കസേരയിൽ ഇരിക്കുന്നത്? സെക്രട്ടേറിയറ്റ് ഇയാളുടെ കുടുംബ സ്വത്താണോ എന്ന് പച്ചയ്ക്ക് ചോദിക്കുകയാണ് ശക്തിധരൻ. നാട് ഭരിക്കുന്ന മുഖ്യമന്ത്രി തന്റെ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നിന്ന് വിറയ്ക്കുകയാണ് എന്ന് വെട്ടിത്തുറന്നു പറയുകയാണ് ശക്തിധരൻ ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. പിണറായിക്ക് ഭയമാണ് എബ്രഹാമിനെ തൊടാൻ. കാരണം എബ്രഹാമിന്റെ നാവിൽ നിന്ന് വല്ലതും പുറത്തു വന്നാൽ പിന്നെ പിണറായിക്ക് ആയുസ്സുണ്ടാവില്ല. ആ ഭയമാണ് മുഖ്യമന്ത്രിയെ വേട്ടയാടുന്നത് എന്ന് പച്ചയ്ക്ക് പറയുകയാണ് ശക്തിധരൻ. CPM-കാർ തന്നെ ഇപ്പോൾ ഈ വിഷയത്തിൽ എതിർപ്പിലാണ് പിണറായി വിജയനോട്. കെ.എം. എബ്രഹാമിനെ പോലെയുള്ള ചില ഉദ്യോഗസ്ഥരെ മറികടന്ന് മുഖ്യമന്ത്രിയെ ഒന്ന് കാണാൻ പോലും CPM-ലെ മുതിർന്ന നേതാക്കൾക്ക് പോലും കഴിയാത്ത സ്ഥിതിയാണുള്ളത്. CM ഓഫീസ് ചിലരുടെ കൈകളിലാണ് എന്നുള്ളത് ഇതിൽ നിന്നൊക്കെ തന്നെ വ്യക്തമാണ്. പിണറായിക്ക് സത്യത്തിൽ CM ഓഫീസിൽ ഒരു റോളും ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. കെ.എം. എബ്രഹാമിനെ പോലുള്ളവരാണ് ഭരണം നടത്തുന്നത് മുഴുവൻ. എബ്രഹാമിനെതിരെ പിണറായി ചെറുവിരൽ അനക്കില്ല. അതാണ് അവർ തമ്മിലുള്ള ബന്ധം. 2150 കോടി രൂപയുടെ മസാല ബോണ്ട് ഇടപാടാണ് എബ്രഹാമിനെ പിണറായിയുടെ ഗുഡ് ബുക്കിൽ എത്തിച്ചത്. അതുവരെ ഐസക്കിന്റെ ആളായിട്ടാണ് എബ്രഹാം അറിയപ്പെട്ടിരുന്നത്. ലാവ്ലിൻ ബന്ധമുള്ള CDPQ എന്ന കമ്പനിയായിട്ടായിരുന്നു മസാല ബോണ്ട് ഇടപാട് നടന്നത്. 1000 കോടിക്ക് മുകളിൽ തുക ഈ കമ്പനിക്ക് പലിശയായി മാത്രം ലഭിച്ചു. അടിമുടി ദുരൂഹത നിറഞ്ഞ മസാല ബോണ്ട് ഇടപാടിലൂടെ പലരുടെയും അക്കൗണ്ടിലേക്ക് കോടികൾ ഒഴുകിയെന്നാണ് ആരോപണം. ഇതിന്റെ വിശദാംശങ്ങൾ EDക്ക് ലഭിച്ചിട്ടുണ്ടത്രേ. ഐസക്കിന്റെ കാലം കഴിഞ്ഞെങ്കിലും തുടർഭരണം കിട്ടിയതോടെ എബ്രഹാമിനെ തന്റെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി മുഖ്യമന്ത്രി നിയമിച്ചു. ക്ലിഫ് ഹൗസിന്റെ വിശ്വസ്തൻ കൂടിയാണ് എബ്രഹാം. വീണ വിജയന്റെ മാസപ്പടി പേടിയിലാണ് ക്ലിഫ് ഹൗസ് ഇപ്പോഴുള്ളത്. ഇതിന്റെ എല്ലാ കഥകളും എബ്രഹാമിനും അറിയാമത്രേ. അങ്ങനെയുള്ള എബ്രഹാമിനെ പുറത്താക്കാനുള്ള ധൈര്യം മുഖ്യമന്ത്രിക്കില്ല. ഇതാണ് ഹൈക്കോടതി വിധിയെതിരായിട്ടും താൻ സ്വയം രാജിവെക്കില്ല എന്ന പ്രഖ്യാപനവുമായി എബ്രഹാം എത്തിയതിന്റെ രഹസ്യവും. ഹൈക്കോടതി വിധിക്ക് പോലും പുല്ലുവിലയാണ് ഇപ്പോൾ പിണറായി സർക്കാർ കൊടുക്കുന്നത്. പിണറായിയുടെ ഉദ്യോഗസ്ഥനെതിരെയാണ് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് അനധികൃത സ്വത്ത് സമ്പാദനത്തിൽ ഉൾപ്പെടെ CBI അന്വേഷണം വേണം എന്നുള്ളത്. എന്നിട്ടും ഈ ഉദ്യോഗസ്ഥനെ മാറ്റി നിർത്താൻ പോലും പിണറായി തയ്യാറാകുന്നില്ല. ധാർമ്മികമായ ഒരു ഉത്തരവാദിത്വവും പിണറായി കാണിക്കുന്നതുമില്ല. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ഈ അഴിമതിക്കാരന്റെ കയ്യിൽ തന്നെ താക്കോല് കൊടുത്തിരിക്കുകയാണ് പിണറായി. എബ്രഹാമിനെതിരായ പരാതി അന്വേഷിക്കാൻ സർക്കാരിന് സൗകര്യമില്ല. പക്ഷേ എബ്രഹാം കൊടുത്ത പരാതിയിൽ അന്വേഷണത്തിന് മുട്ടി നിൽക്കുകയാണ് പിണറായിക്ക്. തനിക്കെതിരെ ജോമോൻ പുത്തൻപുരയ്ക്കലും മറ്റ് 2 പേരും ചേർന്ന് ഗൂഢാലോചന നടത്തിയെന്നാണ് കെ.എം. എബ്രഹാം ഇപ്പോൾ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത്.
തനിക്കെതിരെ ഗൂഢാലോചന നടക്കുകയാണെന്നും അന്വേഷിക്കണമെന്നും ചൂണ്ടിക്കാട്ടി എബ്രഹാം മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ അപകീർത്തിപ്പെടുത്തുകയാണ് തനിക്കെതിരായ നീക്കങ്ങളുടെ ലക്ഷ്യമെന്നാണ് എബ്രഹാം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ എബ്രഹാമിന്റെ ഈ പരാതിയിൽ സർക്കാർ അന്വേഷണത്തിന് സാധ്യതയുണ്ട് എന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതേസമയം എബ്രഹാം മുഖ്യമന്ത്രിക്ക് നൽകിയ കത്തിൽ സംശയങ്ങളുമായി പരാതിക്കാരൻ ജോമോൻ പുത്തൻപുരയ്ക്കൽ തന്നെ രംഗത്ത് വന്നിട്ടുണ്ട്. KM എബ്രഹാം ചോദ്യം ചെയ്യുന്നത് കോടതിയെയാണെന്നും തന്റേതടക്കമുള്ള ഫോൺ രേഖകൾ എങ്ങനെ KM എബ്രഹാം ശേഖരിച്ചുവെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ ചോദിച്ചു. ഗൂഢാലോചന തെളിയിച്ചാൽ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുമെന്നും ജോമോൻ പുത്തൻപുരയ്ക്കൽ ഇപ്പോൾ വെല്ലുവിളിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBIക്ക് അന്വേഷണത്തിന് ഉത്തരവിട്ടത് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചാണ്. അതിനെ തനിക്കെതിരെയുള്ള ഗൂഢാലോചനയുടെ പരിണിത ഫലമാക്കി മാറ്റുകയാണ് എബ്രഹാം എന്ന വിരുദ്ധൻ ചെയ്യാൻ ശ്രമിക്കുന്നത്. IPS ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കണം എന്നാണ് കത്തിൽ എബ്രഹാം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ജോമോൻ പുത്തൻപുരയ്ക്കലിനെ പിടിച്ചകത്തിടണം. അതാണ് KM എബ്രഹാമിന്റെ ആവശ്യം. കാരണം എബ്രഹാമിന്റെ തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന വാളാണ് ജോമോൻ പുത്തൻപുരയ്ക്കൽ. പിണറായിയുടെ മുമ്പിൽ ചെന്ന് നിന്ന് കരഞ്ഞിട്ട് ഇരവാദം മുഴക്കുകയാണ് KM എബ്രഹാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ തലപ്പത്തുണ്ടായിരുന്ന 2 പേർ കൂടി തനിക്കെതിരായ ഗൂഢാലോചനയിൽ പങ്കാളികളാണ് എന്നാണ് എബ്രഹാം പറഞ്ഞിരിക്കുന്നത്. താൻ ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ ഇവരുടെ അഴിമതി കണ്ടെത്തിയിരുന്നു. 3 പേരും സംസാരിച്ച ഫോൺ വിളികളുടെ ശബ്ദരേഖാ തെളിവുകൾ എന്റെ പക്കലുണ്ട്. 2015 മുതൽ ഗൂഢാലോചന തുടങ്ങിയെന്നും കത്തിൽ എബ്രഹാം പറഞ്ഞിട്ടുണ്ട്. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടതോടെയാണ് ഇപ്പോൾ KM എബ്രഹാം പല കളികളും പുറത്തെടുത്തിരിക്കുന്നത്. പണി കിട്ടാറായി എന്നുള്ള ഒരു പേടി എബ്രഹാമിനെ വരിഞ്ഞു മുറുക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കേസ് വഴിതിരിച്ചുവിടാനുള്ള എല്ലാ അടവുകളും എബ്രഹാം പുറത്തെടുക്കുകയാണ്. എന്നാൽ എബ്രഹാമിന്റെ വെളിപ്പെടുത്തൽ എബ്രഹാമിന് തന്നെ ഇപ്പോൾ പണിയായിരിക്കുകയാണ്. ജോമോൻ പുത്തൻപുരയ്ക്കലിന്റേതുൾപ്പെടെ 2 പേരുടെയും ഫോൺ വിവരങ്ങൾ താൻ ചോർത്തിയെന്നാണ് എബ്രഹാം കത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. അത് ഗുരുതര കുറ്റമാണ്. കേരളത്തിൽ ഫോൺ ചോർത്തൽ വ്യാപകമാണെന്ന ആരോപണം ശക്തമാണ്. അതിനിടെയാണ് തനിക്കെതിരെ കോടതിയെ സമീപിച്ച വ്യക്തി ഉൾപ്പെടെയുള്ളവരുടെ ശബ്ദരേഖാ തെളിവുകൾ തന്റെ കയ്യിൽ ഉണ്ടെന്ന തരത്തിൽ KM എബ്രഹാം മുഖ്യമന്ത്രിക്ക് അയച്ച കത്തിൽ പറഞ്ഞിരിക്കുന്നത്. KM എബ്രഹാമിന് ഇപ്പോൾ ആവശ്യം ജോമോൻ പുത്തൻപുരയ്ക്കലിന്റെ വായടപ്പിക്കുക എന്നുള്ളതാണ്. ജോമോൻ പുത്തൻപുരയ്ക്കലിന് എന്തെങ്കിലും സംഭവിച്ചാൽ അതിന് പിന്നിൽ ചിലരുടെ കളിയുണ്ട് എന്ന് തന്നെ നമുക്ക് വ്യക്തമാകുകയും ചെയ്യും. എന്തായാലും ജോമോൻ പുത്തൻപുരയ്ക്കൽ ഒന്ന് കരുതിയിരിക്കുക. എപ്പോൾ വേണമെങ്കിലും ഒരു ഇന്നോവ നിങ്ങൾക്ക് പിന്നാലെ എത്താം. ജോമോൻ പുത്തൻപുരയ്ക്കലിന് തനിക്ക് നേരെ ഉള്ളത് വൈരാഗ്യമാണ് എന്നാണ് എബ്രഹാം പറയുന്നത്. ജോമോൻ റെസ്റ്റ് ഹൌസ് ദുരുപയോഗം ചെയ്തതിന് ധനവകുപ്പ് സെക്രട്ടറി ആയിരിക്കെ താൻ പിഴ ചുമത്തിയതാണ് ശത്രുതയ്ക്ക് കാരണമത്രേ. കൂടാതെ വിജിലൻസ് മുൻ ഡയറക്ടർ ജേക്കബ് തോമസും തന്റെ പിന്നാലെയുണ്ടെന്ന്. ജേക്കബ് തോമസിനെതിരെ 20 കോടിയുടെ ക്രമക്കേട് താൻ കണ്ടെത്തിയിരുന്നു. എല്ലാ രേഖകളും പരിശോധിക്കാതെയാണ് കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഭാര്യയുമായി ബന്ധപ്പെട്ട ബാങ്ക് രേഖകൾ പരിശോധിച്ചില്ല. കൊല്ലത്തെ വ്യാപാര സമുച്ചയം സഹോദരന്മാരുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിലുള്ളതാണെന്നും അതിനെല്ലാം രേഖയുണ്ടെന്നും KM എബ്രഹാം പറയുന്നുണ്ട്. 2015 ധനകാര്യ അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്ന കാലത്ത് വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്നാണ് എബ്രഹാമിനെതിരെയുള്ള പരാതി. അതായത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിലേക്ക് അപ്പീലുമായി എബ്രഹാം പോകും. CBI കേസെടുത്താൽ അറസ്റ്റിലാകുമെന്ന വിലയിരുത്തൽ ശക്തമാണ്. ഈ സാഹചര്യത്തിലാണ് എബ്രഹാമിന്റെ പുതിയ നീക്കങ്ങൾ. എബ്രഹാമിനെതിരെ വിജിലൻസ് കേസ് ഉണ്ടായിരുന്നു. എന്നാൽ വിജിലൻസ് പിണറായിയുടെ കക്ഷത്താണല്ലോ. മനഃപൂർവ്വം വിജിലൻസ് കേസിൽ അട്ടിമറി നടത്തിയെന്നും KM എബ്രഹാമിനെ ഊരിയെടുത്തു എന്നും ആരോപണങ്ങൾ ശക്തമായിരുന്നു. എബ്രഹാമിനെ സംരക്ഷിക്കുന്ന തരത്തിലായിരുന്നു വിജിലൻസ് അന്വേഷണം എന്ന് സംശയിക്കുന്നതായി ഹൈക്കോടതി പോലും പറയുകയും ചെയ്തിരുന്നു. തുടരന്വേഷണ ആവശ്യം തള്ളിയ തിരുവനന്തപുരം വിജിലൻസ് കോടതിയുടെ മുൻ ഉത്തരവും ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. നേരത്തെ വിജിലൻസിന്റെ ദ്രുത പരിശോധനാ റിപ്പോർട്ട് അതേപടി വിജിലൻസ് കോടതി അംഗീകരിക്കുകയായിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ നിലവിലുള്ള എല്ലാ നടപടികളും അവസാനിച്ചതായും ഹൈക്കോടതി അറിയിച്ചു. ഏതായാലും KM എബ്രഹാമിനെ കൊണ്ട് പിണറായി കുറച്ചധികം വെള്ളം കുടിക്കും. ഒരു നടപടിയും എബ്രഹാമിനെതിരെ എടുക്കാൻ ഉത്തരവിടാൻ പോലും പിണറായിക്ക് കഴിയില്ല. കാരണം പിണറായിയുടെ സകലമാന തൊട്ടിത്തരങ്ങളും എബ്രഹാമിന് അറിയാവുന്നതുകൊണ്ട് തന്നെ ആ വഴിക്ക് ബ്ലാക്ക് മെയിലിംഗ് ഉണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. പിണറായി നിന്ന് വിറയ്ക്കുകയാണ് തന്റെ ഉദ്യോഗസ്ഥന് മുന്നിൽ.